നമസ്കാരം. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെടുകയുണ്ടായി. ഈ വീഡിയോയിൽ ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷനും ഉപയോഗവുമാണ് പ്രതിപാദിക്കുന്നത്. Container. The container of the transformer is made up of CRCA sheet. It is used to house core, windings and transformer oil. ട്രാൻസ്ഫോമറിൻ്റെ കവചം CRCA ഷീറ്റ്, അതായത് കോൾഡ് അനീൽ ഷീറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഇതിനകത്ത് കോർ, വൈൻഡിങ്, ട്രാൻസ്ഫോമർ ഓയിൽ എന്നിവയുണ്ട്. കൂളിംഗ് ട്യൂബ്സ് ഓർ റേഡിയേറ്റേഴ്സ്. The cooling tubes or radiators provide better and effective cooling of transformer oil by increasing the surface area of tank. കണ്ടെയ്നറിന് ചുറ്റും കൂളിംഗ് ട്യൂബോ റേഡിയേറ്ററോ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടെയ്നറിൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നതിനാൽ ട്രാൻസ്ഫോമർ ഓയിൽ തണുക്കുവാൻ സഹായിക്കുന്നു. കോർ. The core of the transformer is made up of silicon steel laminations. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ഉപയോഗിച്ചാണ് ട്രാൻസ്ഫോമർ കോർ നിർമ്മിച്ചിരിക്കുന്നത്. 2. Alternate layers of E&I laminations are stacked together to form core. E&I ഷേപ്പിലുള്ള ലാമിനേഷൻസ് ഉപയോഗിച്ചാണ് കോർ നിർമ്മിച്ചിരിക്കുന്നത്. കോർ ഫോംസ് ദ മാഗ്നറ്റിക് സർക്യൂട്ട്. കോർ ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു. കോർ ഉണ്ടാക്കുന്നതിനായി സിലിക്കൺ സ്റ്റീൽ തിരഞ്ഞെടുക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എത്രയാണ്? സിംഗിൾ ഫേസ് വോൾട്ടേജ് ആണോ? 230 വോൾട്ടേജിൽ ഇത്രയും ചൂടാവുമെങ്കിൽ പിന്നെ ലെവൽ കെ വി കൊടുക്കുന്ന ട്രാൻസ്ഫോമറിന്റെ ഇരുമ്പ് കുറഞ്ഞ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇരുമ്പിനെ മാറ്റിയിട്ട് അവിടെ സിലിക്കൺ സ്റ്റീൽ എന്ന് പറഞ്ഞ ചൂടാവാത്ത ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പോകും. ചൂടാവുന്നുണ്ടോ ഇല്ലേ നോക്കണല്ലോ അല്ലേ? സത്യമല്ലേ നോക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് കൂടി കേട്ടു. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ട്രാൻസ്ഫോമറിൻ്റെ മുകളിലൂടെ പതുക്കെ നടന്നു പോകുന്ന സമയത്ത് ട്രാൻസ്ഫോമറിന് പല സൗണ്ടുകൾ കേൾക്കും. ഇതുപോലെ ഒരു മുകളിൽ കേൾക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കാറായി എന്ന് വിചാരിക്കുന്നു വേണ്ട. ഇത് സാധാ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാകുന്ന ഒരു സൗണ്ട് തന്നെയാണ്. ഇത് ശരിക്കും മനുഷ്യനിർമ്മിതം എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ഹമ്മിങ് നോയ്സ് എന്ന് പറയും. ട്രാൻസ്ഫോമറിൻ്റെ കോർ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത് ഹമ്മിങ് നോയ്സ്. കണ്ടോ? കോറുകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ ഹമ്മിങ് നോയ്സ് കൂടുന്നു. കോറുകൾ തമ്മിൽ ടൈറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ഹമ്മിങ് നോയ്സ് കുറയുന്നു. അപ്പോൾ ട്രാൻസ്ഫോമർ കോറുകളുടെ പ്രകമ്പനം അതിനാണ് നമ്മൾ ഇല്ലല്ലോ ചൂടായില്ല.
windings. In a distribution transformer, the primary winding is delta connector and secondary winding is star connector. Distribution transformer primary winding ഡെൽറ്റയും സെക്കൻഡറി വൈൻഡിങ് സ്റ്റാറും ആയിരിക്കും. വൈൻഡിങ് അസംബിൾ ചെയ്യുമ്പോൾ ലോ വോൾട്ടേജ് വൈൻഡിങ് കോറിനോട് ചേർത്തും ഹൈ വോൾട്ടേജ് വൈൻഡിങ് അതിന് മുകളിലുമായിരിക്കും ഘടിപ്പിക്കുക. ചിത്രത്തിൽ സെക്കൻഡറി വൈൻഡിങ് ആദ്യം അസംബിൾ ചെയ്തതു കാണാവുന്നതാണ്. ചിത്രത്തിൽ സെക്കൻഡറി വൈൻഡിങ്ങിനെ സ്റ്റാറായും പ്രൈമറി വൈൻഡിങ് ഡെൽറ്റയായും കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ചിത്രത്തിൽ വൈൻഡിങ്ങുകളെ HT LT ടെർമിനലുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണാം. ടെർമിനൽസ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനെ HT ടെർമിനലിൽ ടെർമിനേറ്റ് ചെയ്യുന്നു. ഇവയെ U1, V1, W1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കും. ST ടെർമിനൽ ഓയിൽ ഫിൽഡ് ആണ്. ലോ വോൾട്ടേജ് വൈൻഡിങ്ങിനെ LT ടെർമിനലിൽ ടെർമിനേറ്റ് ചെയ്യുന്നു. ഇവയെ R, Y, B, N എന്നോ U2, V2, W2, N എന്നോ അടയാളപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. Conservator. It is a drum containing transformer oil and mounted at the top of the transformer and connected to the main tank by a pipe. It is usually half filled. As the volume of oil of transformer tank expands and contracts according to heat produced, this expansion and contraction of oil causes the level of the oil in conservator to rise and fall. The aim of conservator is to maintain the oil level in the tank, provide space for the expander oil. കണ്ടെയ്നറിന് മുകളിലായി ഡ്രമ്മിൻ്റെ ആകൃതിയിലുള്ള ഒരു ഭാഗമാണ് കൺസർവേറ്റർ. ഇതിനെ മെയിൻ ടാങ്കിനോട് ചേർത്ത് ഒരു പൈപ്പ് മൂലം ബന്ധിപ്പിച്ചിരിക്കുന്നു. ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കാരണം ട്രാൻസ്ഫോമർ ഓയിൽ വികസിക്കുന്നതിനാൽ കൺസർവേറ്ററിൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ ഓയിൽ നിറയ്ക്കാറുള്ളൂ. കൺസർവേറ്ററിൻ്റെ ലക്ഷ്യം കണ്ടെയ്നറിൽ ഓയിൽ ലെവൽ നിലനിർത്തുക എന്നും ട്രാൻസ്ഫോമർ ഓയിൽ വികസിക്കുന്നതിനുള്ള സ്ഥലം ഒരുക്കുക എന്നുമാണ്. Oil level indicator. It indicates level of transformer oil at the conservator of the transformer. It has marking on transparent sheets for maximum and minimum levels. Oil level indicator കൺസർവേറ്ററിലുള്ള ഓയിലിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ മാക്സിമം മിനിമം ലെവൽ അടയാളപ്പെടുത്തിയിരിക്കും.
tell me why. If the conservator is used to provide volume for expansion and contraction of oil, why is it kept as separate unit above the tank? ഓയിൽ വികസിക്കുന്നതിനും ചുരുങ്ങുന്നതിനുമുള്ള വ്യാപ്തി നൽകുന്നതിനാണ് കൺസർവേറ്റർ എങ്കിൽ കണ്ടെയ്നറിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് പകരം എന്തുകൊണ്ടാണ് കൺസർവേറ്ററിനെ കണ്ടെയ്നറിന് മുകളിൽ പ്രത്യേക യൂണിറ്റായി പിടിപ്പിച്ചിരിക്കുന്നത്? Why the shape of conservator is cylindrical and not box type? എന്തുകൊണ്ടാണ് കൺസർവേറ്ററിന് ബോക്സിൻ്റെ രൂപം നൽകാതെ സിലിണ്ടറിൻ്റെ രൂപം നൽകിയിരിക്കുന്നത്? Breather. It is attached to conservator tank and contains silica gel which prevents the moisture from entering into the tank during contraction of oil. When oil is hot, there is expansion and gas passes to atmosphere through it. When oil is cool, it contracts and the air enters in it. It prevents transformer oil from moisture contamination. The dry silica gel is blue in color and the wet is pale pink in color. At the bottom of the breather, an oil filter is used to prevent dust entering into the oil. കൺസർവേറ്റർ ടാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ബ്രീത്തർ. ഇതിൽ സിലിക്ക ജെൽ നിറച്ചിരിക്കുന്നു. ട്രാൻസ്ഫോമർ ചൂടാവുമ്പോൾ ഓയിൽ വികസിക്കുകയും ഉണ്ടാകുന്ന വാതകം ബ്രീത്തറിലൂടെ പുറത്തു പോകുകയും ട്രാൻസ്ഫോമർ തണുക്കുമ്പോൾ അന്തരീക്ഷവായു ബ്രീത്തറിലൂടെ അകത്തേക്ക് വരികയും ചെയ്യുന്നു. അന്തരീക്ഷവായുവിലുണ്ടാകുന്ന ഈർപ്പം വലിച്ചെടുക്കുന്നതിനാണ് ബ്രീത്തറിനകത്ത് സിലിക്ക ജെൽ നിറച്ചിരിക്കുന്നത്. ഉണങ്ങിയ സിലിക്ക ജെല്ലിന് നീല നിറവും നനഞ്ഞ സിലിക്ക ജെല്ലിന് പേൽ പിങ്ക് നിറവുമായിരിക്കും. ബ്രീത്തറിനടിവശത്ത് പൊടിപടലങ്ങളെ ഒഴിവാക്കുന്നതിനായി ഒരു ഓയിൽ ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. Buchholz relay. It is protective relay of transformer. This device signals the fault as soon as it occurs and cuts the transformer out of the circuit immediately. This is gas operated protective relay. It is installed in between the pipe connecting the tank and the conservator. It is provided for the transformer rated above 500 kilovolt ampere. ഇത് ട്രാൻസ്ഫോമറിനെ സംരക്ഷിക്കുന്ന ഒരു റിലേയാണ്. ട്രാൻസ്ഫോമറിൽ ഫാൾട്ട് ഉണ്ടായ ഉടനെ തന്നെ അലാം നൽകി സർക്യൂട്ടിനെ വിച്ഛേദിക്കുന്നു. ഇത് ഗ്യാസ് ഓപ്പറേറ്റഡ് റിലേ ആണ്. കൺസർവേറ്ററിനെയും ട്രാൻസ്ഫോമർ ടാങ്കിനെയും ബന്ധിപ്പിക്കുന്ന പൈപ്പിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. 500 kVAയ്ക്ക് മുകളിലുള്ള ട്രാൻസ്ഫോമറിലാണ് ഈ റിലേ ഘടിപ്പിക്കാറുള്ളത്. ബുച്ചോൾസ് റിലേയുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് റിലേ വർക്ക്സ് ഓൺ ദ ഫോർമേഷൻ ഓഫ് excessive oil vapors or gas inside the transformer tank due to internal fault of transformer. It consists of two operating floats A and B. These are operated by two mercury switches separately provided for each float. The float A is
for bell alarm and float B is for operating the tripping circuit. Whenever there is a minor fault or low level of oil, the bell alarm operated by float A, and whenever there is severe fault in the transformer, float B operated due to excessive gases. It trips the circuit breaker and transformer is put out of circuit. ട്രാൻസ്ഫോമറിൻ്റെ തകരാറ് മൂലം അധികമായി ഉണ്ടാവുന്ന ഓയിൽ ബാഷ്പങ്ങളോ വാതകങ്ങളോ ഈ റിലേയെ പ്രവർത്തിപ്പിക്കുന്നു. എ, ബി എന്ന രണ്ട് ഫ്ലോട്ടുകളുണ്ട്. ഫ്ലോട്ട് എ അലാം ബെല്ലിനും ഫ്ലോട്ട് ബി ട്രിപ്പിംഗ് സർക്യൂട്ടിനും ഉപയോഗിക്കുന്നു. ഈ രണ്ട് ഫ്ലോട്ടുകളും വ്യത്യസ്ത മെർക്കുറി സ്വിച്ചുകളാൽ പ്രവർത്തിപ്പിക്കുന്നു. ഓയിൽ ലെവൽ താഴുമ്പോഴും ചെറിയ തകരാറുകൾ ഉണ്ടാകുമ്പോഴും ഫ്ലോട്ട് എ പ്രവർത്തിച്ച് അലാം മുഴക്കുന്നു. വലിയ തകരാറുണ്ടാകുമ്പോൾ കൂടുതൽ ഗ്യാസ് ഉണ്ടാവുന്നതുകൊണ്ട് ഫ്ലോട്ട് ബി പ്രവർത്തിച്ച് സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ചെയ്യുന്നത് വഴി ട്രാൻസ്ഫോമറിനെ സർക്യൂട്ടിൽ നിന്നും വിച്ഛേദിക്കുന്നു. Explosion vent. A major fault inside the transformer causes instantaneous vaporization of oil, leading to extremely rapid building up of gaseous pressure. If this pressure is not released within few milliseconds, the transformer tank can rupture, spilling oil over a wide area. An explosion vent provides instantaneous releasing of such dangerous pressure and protect the transformer. വലിയ തകരാറുകൾ സംഭവിക്കുമ്പോൾ ട്രാൻസ്ഫോമർ ടാങ്കിനകത്തുള്ള ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിക്കുകയും അതിവേഗത്തിൽ ഗ്യാസ് പ്രഷർ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് ഉടനെ പുറന്തള്ളപ്പെട്ടില്ലെങ്കിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കാനിടയാവുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന ഗ്യാസ് പ്രഷർ പുറന്തള്ളുവാനായി എക്സ്പ്ലോഷൻ വെന്റ് സഹായിക്കുന്നു. Inlet valve. It provides passage to pour the transformer oil in the tank during purification or in case of shortage found in the tank. ട്രാൻസ്ഫോമറിനകത്ത് ഓയിൽ നിറയ്ക്കുന്നതിന് ഇൻലെറ്റ് വാൾവ് സഹായിക്കുന്നു. ചിത്രത്തിൽ വൃത്തത്തിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് ഇൻലെറ്റ് വാൾവ്. Outlet valve. It provides passage to drain the oil during overhauling or as and when required oil samples for testing. ട്രാൻസ്ഫോമർ ഓയിൽ സാമ്പിൾ ശേഖരിച്ച് ടാപ്പ് ചേഞ്ചർ. The tap changer is used to regulate the output voltage manually according to line voltage. The taps of transformer can be changed by the tap changer manually. It is provided on HV side so that the voltage on LV side feeding to the load can be maintained. Normally, tap selection range is plus or minus 15% in steps of 2.5%. HV വോൾട്ടേജ് ഭാഗത്താണ് ടാപ്പ് ചേഞ്ചർ ഘടിപ്പിച്ചിരിക്കുന്നത്. ടാപ്പ് ചേഞ്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി ഔട്ട്പുട്ട് ലോ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. ട്രാൻസ്ഫോമർ റേറ്റിംഗിൻ്റെ പ്ലസ് ഓർ മൈനസ് 15% റേഞ്ചിൽ 2.5% സ്റ്റെപ്പുകളിലായി ടാപ്പ് സെലക്ഷൻ ചെയ്യാൻ കഴിയും. Equalizer pipe. In some type of transformer, we can find equalizer pipe
which connects the conservator tank and the explosion vent. When small quantities of gases are formed inside transformer tank, these gases will get collected in the conservator. The equalizer pipe helps to maintain equal pressure between the explosion vent and conservator. ചിലതരം ട്രാൻസ്ഫോമറുകളിൽ കൺസർവേറ്ററിനെയും എക്സ്പ്ലോഷൻ വെൻറ്റിനെയും ബന്ധിപ്പിക്കുന്ന പൈപ്പ് കാണാറുണ്ട്. ഇത് ഈക്വലൈസർ പൈപ്പ് അഥവാ സന്തുലന പൈപ്പ് എന്നറിയപ്പെടുന്നു. ട്രാൻസ്ഫോമർ ഓയിൽ ചൂടാവുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വാതകങ്ങൾ കൺസർവേറ്ററിൽ എത്തുകയും തുടർന്ന് ഈക്വലൈസർ പൈപ്പ് വഴി എക്സ്പ്ലോഷൻ വെൻറ്റിൽ എത്തുകയും ചെയ്യുന്നു. ഇപ്രകാരം ഈക്വലൈസർ പൈപ്പ് കൺസർവേറ്ററിൻ്റെയും എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെയും മർദ്ദം തുല്യമാക്കുന്നു. അസൈൻമെൻറ്റ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ട തുടർ പ്രവർത്തനങ്ങൾ: 1. The principle of operation of a transformer is. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വമെന്ത്? 2. ബുച്ചോൾസ് റിലേ ഈസ് ഡാഷ് ഓപ്പറേറ്റർ റിലേ. ബുച്ചോൾസ് റിലേ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? 3. The core forms ഡാഷ് സർക്യൂട്ട് ഇൻ ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ കോർ ഏത് സർക്യൂട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്? 4. The color of dry silica gel is. ഉണങ്ങിയ സിലിക്ക ജെല്ലിൻ്റെ നിറമെന്ത്? 5. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ബുച്ചോൾസ് റിലേ. ബുച്ചോൾസ് റിലേയെക്കുറിച്ച് ചെറുവിവരണം തയ്യാറാക്കുക. 6. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് കൺസർവേറ്റർ. കൺസർവേറ്ററിൻ്റെ ധർമ്മമെന്ത്? 7. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ബ്രീത്തർ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ബ്രീത്തറിനെക്കുറിച്ച് ചെറുവിവരണം തയ്യാറാക്കുക. 8. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള നെയിം പ്ലേറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് രൂപത്തിൽ തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് വാട്സപ്പിലൂടെ മൂല്യനിർണ്ണയത്തിനായി സമർപ്പിക്കുക. നന്ദി.